നമസ്കാരം, ശ്രീധറായാണ്. ഇത് ഫേസ്ബുക്കിൽ എനിക്ക് ഒരാൾ അയച്ചെന്നൊരു വീഡിയോ നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കാണാത്തവർക്ക് ആ വീഡിയോ ആദ്യം കാണിച്ചു തരാം, അതിനുശേഷം ഞാൻ അതിനൊരു മറുപടിയും പറയാം. ചെയ്യപ്പെട്ടത് പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം ഈ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള തീവ്രവാദികളെ പിടിക്കാൻ പോയ സമയത്ത് അവരുടെ വെടികൊണ്ട് ആണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ ആദ്യത്തെ വിവരം. പക്ഷെ ഇന്ന് കോടതിയിൽ ആ കേസ് നടക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടത് ഈ തീവ്രവാദികളുടെ വെടികൊണ്ടിട്ടല്ല, അദ്ദേഹത്തെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നാണെന്നുള്ള തെളിവുകളാണ് കോടതിയിൽ നിന്ന് മുന്നോട്ട് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തിയിട്ട് കഴുത്തിൽ വെടിവെച്ചിട്ട് ആ വെടിയുണ്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ കൂടി പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് പറയുന്നത്. ആ കൊലയ്ക്കകത്ത് RSSന്റെ നേതാക്കന്മാർക്ക് BJPയുടെ നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ രാജ്യത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്താകമാനം സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലാൻ കഴിയുന്ന ഒരു സന്നാഹമായി ഇവിടുത്തെ BJPയും RSSും മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് നമ്മളിവിടെ കൂടിയിരിക്കുമ്പോഴുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചു പ്രവർത്തിക്കാനും ഈ ഒരുമയുടെ, ഈ സ്നേഹത്തിന്റെ സന്ദേശമായ മൂവർണ്ണക്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരുമയുടെ പാതയിലേക്ക് വീണ്ടും നയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ കൂട്ടായ്മയിൽ തൃശൂരിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള എല്ലാ സന്തോഷവും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ നിങ്ങൾ കണ്ടല്ല? 2008 നവംബർ 26 മുംബൈയിലെ താജ് ഹോട്ടലിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചും അജ്മൽ കസബും തീവ്രവാദികളും അല്ല അവിടുത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡിലെ പ്രധാന വ്യക്തിയെ കൊന്നത് അജ്മൽ കസബും അവിടെ തീവ്രവാദികളത് RSSും BJPയും ആണെന്ന് വളരെ ശക്തമായ തെളിവുകളുള്ള പോലെയാണ് ഈ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് കോടതിയിലാണാവോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതും നടക്കുന്നതും കേസുകളുള്ളതും? ഈ വ്യക്തി ഒന്ന് അത് കൃത്യമായിട്ട് പറഞ്ഞാല് നന്നായിരിക്കും. ഈ വ്യക്തി ആരാണെന്ന് അറിഞ്ഞൂടാ. എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ പച്ചക്കള്ളം കുറച്ച് ആളുകളുടെ മുന്നിലിരുന്ന് പറയണത്. അത് കേട്ടിട്ട് ഭയങ്കര മ്യൂസിക് ഇട്ട് ഇവൻ പുലിക്കുട്ടിയാണെന്നുള്ള ഹെഡിങ് കൊടുത്ത് ഷെയർ ചെയ്ത് വീഡിയോ ഒക്കെ ഫേസ്ബുക്കിൽ ഇടാൻ അനേകം ആളുകളും ഏകദേശം ആ വീഡിയോ തന്നെ 2500-3000 പേരുള്ള ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് ജനങ്ങളുടെ മുന്നിൽ മറ്റൊരു തലത്തിലോട്ട് എത്തിക്കാൻ വേണ്ടി ഈ കള്ളപ്രചരണങ്ങൾ നടത്തണം. അവസാനം ഇവൻ ആരാണെന്ന് വ്യക്തമാണ്. കാരണം ഇതൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് മൂവർണ്ണക്കൊടി പാറിക്കണം എന്ന് പറയുന്നുണ്ട്. പച്ച മലയാളത്തിൽ കോൺഗ്രസ്സുകാരനാണ്. ആ കോൺഗ്രസ്സുകാരന്റെ ഒരു അഭിപ്രായമാണ് പറയണത്. മച്ചാനെ ഈ 2008 ഇവിടെ ഭരിച്ചിരുന്നത് ആരാണെന്നറിയാമോ? കോൺഗ്രസ്സുകാരാണ്. മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ്. ആ സർക്കാർ കൃത്യമായ വിവരങ്ങൾ അന്ന് കൊടുത്തിരുന്നു. എന്നിട്ടത് RSSും തീവ്രവാദികളല്ല കൊന്നത്, RSSും BJPക്കാരാണ് അത്ര കൊന്നത്. അതിന്റെ തെളിവുകൾ ഉണ്ടെന്ന് പോലും ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പച്ചക്കള്ളം പറയണ പ്രചരിപ്പിക്കണ ആരാണെന്ന് അറിഞ്ഞൂടാ. ഇവരറിയണ ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുത്തെ RSS BJPയുടെ നേതാക്കന്മാർ ഇത് അറിയിക്കേണ്ടതുണ്ട്. കാരണം ഈ പച്ചക്കള്ളം പറഞ്ഞ് പൊതുസമൂഹത്തിന് മുന്നിൽ വിദ്വേഷവും ഈ വിവേചനമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇയാൾക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഒരഭ്യർത്ഥനയാണ് ഇവിടുത്തെ സംഘത്തിന്റെയും അതുപോലെ തന്നെ BJPയുടെ ഒക്കെ നേതാക്കന്മാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവനെതിരെ ഒരു കേസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇവരെയൊക്കെ ലക്ഷ്യം വ്യക്തമാണ്. ഈ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ഈ തീവ്രവാദി ആക്രമണം നടന്ന സമയത്ത് ഇന്ത്യയിലെ ആ ഭീകരവിരുദ്ധ സ്ക്വാഡിലെ പ്രധാന ആളെ കൊന്നത് BJPയും RSSും ആണെന്ന് ഇങ്ങനെ പച്ചക്കള്ളം, ഒരു തെളിവുകളുടെ അടിസ്ഥാനമില്ലാണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ നേരത്ത് എന്നിട്ട് മൂവർണ്ണക്കുറി പാലിക്കാൻ വേണ്ടി ഇവന്മാര് പറയണ പച്ചക്കള്ളങ്ങളാണ് ജനങ്ങളുടെ ഉള്ളിലോട്ട് ഈ പച്ചക്കള്ളങ്ങൾ, ഈ നുണകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് വെറുതെ വിദ്വേഷം പരത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണണ BJPയുടെയും അതുപോലെ തന്നെ സംഘത്തിന്റെയും ചുമതലപ്പെട്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവൻ ആരാണെന്ന് കണ്ടെത്തിയിട്ട് ഇവനെതിരെ കേസ് കൊടുക്കണം. ഒരു അഭ്യർത്ഥനയാണ്. സാധാരണക്കാരിത് മനസ്സിലാക്കട്ടെ എത്രമാത്രം ഇവന്മാർ ഈ പറഞ്ഞു കൂട്ടണുണ്ടെന്നുള്ളത്.